ഈ നേരത്താണെങ്കിൽ കമ്പ്യൂട്ടർ ഫ്രീസായി. സോനുവിന്റെ കയ്യിലെ കമ്പ്യൂട്ടർ ഫ്രീസായി. അവൻ ആകെ പെട്ടു. കൈകൂപ്പി പ്രാർത്ഥിക്കുക, ദൈവമേ ഇനി മുതൽ ഞാൻ നല്ല കുട്ടിയായിരിക്കാം, ഒരു വൃത്തികേടും കാണിക്കില്ല, ചിന്തിക്കൂല, ഇപ്രാവശ്യം എന്നോട് ക്ഷമിച്ച് അനുഗ്രഹിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരെയും പോലെ തന്നെ പെട്ടു പോകുമ്പോഴായിരിക്കും നമ്മൾ പശ്ചാത്തപിക്കുന്നത്. എന്നിട്ട് വീണ്ടും അത് ചെയ്യും. എന്തായാലും ഇപ്പോഴത്തെ പശ്ചാത്താപം ദൈവം ഏറ്റെടുത്തു. കമ്പ്യൂട്ടർ റെഡിയായി, ഫുള്ള് ഫയല് സെൻഡായി. പഴയതുപോലെ ഓഫാക്കി വെച്ചിട്ട് ഇവൻ ഉടനെ അവിടെ നിന്ന് ഇറങ്ങും. പിറ്റേന്ന് ഇവിടെ കൊറിയയിൽ ഇൻസ്പെക്ടർ DGP വരാൻ പറഞ്ഞിരിക്കുന്നു, വളരെ അർജന്റായിട്ട്. എന്താടാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ ആകെ ഷോക്കില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഒരുപാട് കാലമായി ഞാൻ പുള്ളിക്കാരൻ ഈ അവസ്ഥയിൽ കണ്ടിട്ട്. ഇൻസ്പെക്ടർ ചെന്ന ഉടനെ ക്യാപ്റ്റൻ ചോദിക്കുക, ആരാണ് കിം ഡുഖി എന്നാണ്, അതായത് ഹീറോയിന്റെ പേര്. അത് തുണി കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം സ്കാം ചെയ്ത് പോയിരുന്നു. എന്തിനാണ് ചോദിക്കണമെന്ന് പറയുമ്പോൾ ഇവര് ആ ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കും. ആ പെണ്ണിന്റെ പേരിൽ താണ്ട് ഈ പയ്യൻ, ഈ ഇൻഫോമർ പയ്യൻ ഒരുപാട് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടിപ്പാണ്. 2016 ഓഗസ്റ്റ് 18 ഒരു വലിയ സ്കാമാണ് മുഴുവൻ ഓപ്പണായി പോലീസുകാരുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വീണ്ടും ചൈന. നമ്മുടെ ചേച്ചിമാര് 2 ടീമായിട്ടാണ് ഇപ്പൊ പല ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സോനുവിന്റെ പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും സ്നേഹത്തിന്റെ ഡ്രാമ. മറ്റവൾ അഭിനയിക്കാതടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയിനെ വിളിക്കുന്നു. ഞാൻ കുറേ നേരമായി നിന്നെ വിളിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ ഇങ്ങനെ ഫോൺ എടുക്കാത്ത? എന്നോട് ദേഷ്യമാണോ? ഹീറോയിൻ ചോദിക്കും, എന്നെ എന്തിനാ ഇത്രയും നേരം വിളിക്കുന്നു? അതിനും മാത്രം ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഇൻസ്പെക്ടർ പറയും, എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? തെറ്റിദ്ധരിച്ച, നമ്മൾ തമ്മിൽ ഒരുപാട് ക്ലോസ് ആണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടില്ല. എന്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി. എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. ഒന്ന് സ്റ്റേഷൻ വരെ വരുമോ? കുറച്ച് സംസാരിക്കണം. ഹീറോയിൻ പറയും, എനിക്ക് എന്തോ ഒരു മൂഡില്ല, സംസാരിക്കാനും താല്പര്യമില്ല. മാത്രമല്ല ഞാനിപ്പോൾ കിങ്ഡാവോലാണ്. അങ്ങോട്ട് എന്തിനാ പോയത്? ഞാൻ എന്നെ പറ്റിച്ച മെയിൻ തലയെ പിടിക്കാൻ. അവനെ പിടിച്ചിട്ടേ ഞാൻ വരും. പോലീസുകാരൻ ഷോക്കായിട്ട്, നിങ്ങൾക്ക് ഭ്രാന്താണോ? ഡേഞ്ചർ, അവന്മാർ കൊന്നുകളയും. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്തേലും പൊട്ടത്തരം കാണിക്കല്ലേ. ഞങ്ങൾക്കൊരു ഫാക്സ് കിട്ടിയിരുന്നു നിങ്ങളുടെ പേരിൽ. 400 പേജുകളുള്ള ഫാക്സ്. അതിൽ മൊത്തം ഈ സ്കാമിന്റെ ഡീറ്റെയിൽസാണ്. 2700 വിക്ടിംസ് ഉണ്ട്. ഏകദേശം $17 മില്യൺ അവന്മാർ സ്കാം ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ഹീറോയിൻ പറയും, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ്, കൊറിയനിലല്ലേ പറഞ്ഞത്, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് ക്ഷമിക്കുക, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ആ വിഷമം എനിക്ക് പരിഹരിക്കണം എന്നുണ്ട്. ഉടനെ ഇവള് എന്താ പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞേ, എനിക്ക് കേൾക്കുന്നില്ല, ഒച്ചയ്ക്ക് പറഞ്ഞേ. പോലീസുകാരൻ മെല്ലെ ഫോൺ പൊത്തിപ്പിടിച്ച് ഐ എം സോറി എന്ന് വിളിച്ചു പറയും. സ്റ്റേഷനിൽ എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇനി മുതൽ ഞാൻ നല്ല പോലീസുകാരനാവാം, എന്നോട് ക്ഷമിക്ക്. ചേച്ചി ഉടനെ പറയും, എന്നൊരു കാര്യം ചെയ്യും, ആദ്യം ആ ഫോട്ടോസ് എല്ലാം എനിക്ക് സെൻഡ് ചെയ്യും. ഞാനത് ഏത് പ്ലേസ് ആണെന്ന് കണ്ടുപിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇൻഫോം ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇനിയെങ്കിലും വൃത്തികെട്ട പോലീസ് ആവാതെ നല്ല പോലീസ് ആയിക്കോടാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ ഇവരുടെ കയ്യിലേക്ക് ഫോട്ടോസ് എല്ലാം കിട്ടി. ആ ഫോട്ടോസ് വെച്ച് ഇവർ ഓരോ തെരുവായിട്ട് ചെല്ലുകയാണ്. ഒന്നുകൂടെ എളുപ്പമായിരിക്കുമല്ലോ അത് വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ. കറക്റ്റ് ആ ഫോട്ടോയിലുള്ള പോലുള്ള സ്ഥലം അവർക്ക് കണ്ടുകിട്ടി. അവിടെ ചെന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് ഇവർ സെർച്ച് ചെയ്യാണ്, സോനുവിനെ എങ്ങനെ കാണാൻ പറ്റുണ്ടോ എന്ന്. കൂട്ടുകാർ പോലീസുകാരനെ വിളിക്കാൻ പറയും. പക്ഷെ സോനു ഇവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്താൽ മാത്രമേ പോലീസിനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഫെയിലിയർ ആയാലോ. നമ്മുടെ കുഞ്ഞുപെണ്ണിന്റെ കയ്യിൽ നീളുള്ള തോട്ടി ക്യാമറയുണ്ട്. അത് വെച്ചവള് ആ ഭാഗത്ത് ആൾക്കാരെ സ്കാൻ ചെയ്ത് ഫോട്ടോ എടുക്കുകയാണ്. സോനുവിനെ പോലെ ഒരാൾ വരുമ്പോൾ ആ കിട്ടി ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് തെളിവിനായിട്ട് സോനുവെ ഫോട്ടോ എടുക്കും. കണ്ടോ ഞാൻ ക്യാമറ കൊണ്ടുവന്ന് വെറുതെ ആയില്ല, നമുക്കിപ്പോൾ തെളിവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ മെമ്മറി കാർഡ് ഇടാൻ പറഞ്ഞിരിക്കുന്നു. അവള് വാ പൊത്തിപ്പിടിക്കും, ഞാൻ മെമ്മറി കാർഡ് ഇടാൻ മറന്നു, എന്നോട് ക്ഷമിക്കും. ഈ ജന്തുവിനെ അപ്പോഴേ ഞാൻ പറഞ്ഞാൽ കൊണ്ടുവരണ്ടാന്ന്. കയ്യിലുള്ള പൈസയ്ക്ക് മൊത്തം തിന്നും തീർത്തു. ഇതിനൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കണേന്ന് പറഞ്ഞിട്ട് വഴക്ക്. അപ്പോഴാണ് ഈ കോൾ സെന്ററിലെ ജോലിക്കാരൻ അടുത്ത തയ്യൽക്കടയിലെ ചേച്ചിക്ക് തുണികൾ കൊടുക്കുന്ന കാണുക. അത് നല്ലൊരു മാർഗം. ഇവർക്കാണെങ്കിൽ തയ്ക്കാനൊക്കെ അറിയാലോ. ഇവരെങ്ങനെയൊക്കെയോ ആ ചേച്ചിയെ നൈസായി കണ്ട്, ഞങ്ങൾക്ക് പണിയും തുണിയൊന്നുമില്ല, പാവങ്ങളാ, എന്തെങ്കിലും ജോലി തരുമോ, നന്നായിട്ട് തയ്ക്കാന്നും പറഞ്ഞ് ആ ചേച്ചിയുടെ കയ്യിൽ നിന്നൊരു മെഷീൻ വാടകയ്ക്ക് എടുത്ത് അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഈ കോൾ സെന്റർ ബിൽഡിങ്ങിലെ ആൾക്കാരെ വാച്ച് ചെയ്യാണ്. ഇപ്പൊ സോനു പുറത്തേക്ക് വരുന്നുണ്ടാവും. നമ്മുടെ കുഞ്ഞു പെണ്ണ് അവനെ കാര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നീ ഇപ്രാവശ്യമെങ്കിലും മെമ്മറി കാർഡ് ഇട്ടോടിന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം വാ പൊത്തിപ്പിടിച്ച് കളിയാക്കിയിട്ട്, ഞാൻ 5 തവണ ചെക്ക് ചെയ്ത്, പേടിക്കണ്ട, നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഫോട്ടോ കിട്ടി. ഇനി സോനുവിനോട് ഞാൻ ഇവിടെ എത്തി എന്ന് അറിയിക്കണമല്ലോ, ഹീറോയിൻ ഇവിടെ എത്തി എന്ന് അറിയിക്കണമല്ലോ. അപ്പൊ ഈ പെണ്ണുങ്ങൾ 2 പേരും ചീപ്പായിട്ട് തുണി തയ്ക്കും എന്ന് പറഞ്ഞ് ബോർഡ് പൊക്കി പിടിച്ച് വിളിച്ചു കൂവാണ് ഈ ചെറുക്കൻ്റെ അടുത്ത്. അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം അവന്റെ പേര് വിളിക്കും, സോനു ചീപ്പ് എന്നും പറഞ്ഞ്. അപ്പോഴാണ് ചെറുക്കൻ തിരിഞ്ഞു നോക്കുന്നത്. അവന് മനസ്സിലായി. അവന്റെ കൂടുള്ളവരാണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് ആ പെണ്ണുങ്ങൾ കടന്ന് ഓരിയിടുന്ന കണ്ടോ. പാവം, കട്ട് ചെയ്താൽ കൊറിയ. ഇൻസ്പെക്ടറും വലിയ പോലീസും ഒക്കെ കടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരൻ ചോദിക്കും, എനിക്ക് ചൈനയിലേക്ക് പോകണം, ഞാൻ നേരിട്ട് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാണെന്ന്. ക്യാപ്റ്റൻ പറയും, അതിനൊന്നും പെർമിഷൻ തരാൻ പറ്റില്ല, അത് അന്വേഷിക്കേണ്ട ആൾക്കാർ അന്വേഷിച്ചോട്ടെ. ഉടനെ ഇൻസ്പെക്ടർ, ഈ കേസ് സ്വന്തമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ. അപ്പൊ ആള് പറയാണ്, ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് ഉറക്കം വന്നിട്ടില്ല. 2700 വിക്ടിംസോ. ആ ഫ്രോഡിനെ എങ്ങനെയെങ്കിലും പിടിക്കണം.
പാവങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് പ്രായമായി, എന്നാലും കുഴപ്പമില്ല. ജീവിതത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ സാർ? ഞാൻ തന്നെ നേരിട്ട് പോകാം. എന്നെ ചൈനയിലേക്ക് അയക്കൂ. മിണ്ടാതെ വായടച്ചിരുന്ന് തിന്നടാ. അവൻ ഇവിടെ ഉള്ള ഒരു കേസ് പോലും സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ചൈനയിൽ പോയി ഉണ്ടാക്കണേ. അപ്പണ്ട് നമ്മുടെ ഇൻസ്പെക്ടറുടെ കയ്യിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അതിൽ സോനുയുടെ ഫോട്ടോ. സോ ലൊക്കേഷൻ കിട്ടിയെന്നാണ് ചേച്ചി അറിയിച്ചിരിക്കുന്നത്. ഇത് കണ്ട ഉടനെ ഇൻസ്പെക്ടർ ക്യാപ്റ്റനോട് ചോദിക്കും, ക്യാപ്റ്റൻ, ഇപ്പം എനിക്ക് ചൈനയിലേക്ക് പോയേ തീരൂ. ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ പറ്റും? നിങ്ങൾ പറയും. ക്യാപ്റ്റൻ പറയും, അവിടുത്തെ അഡ്രസ്സ് കൊണ്ടുപോവാം. എന്നാൽ പിന്നെ ഞാൻ നിനക്ക് പെർമിഷൻ വാങ്ങിച്ചുതരാം. വാക്കാണോ? ആ വാക്കാണ്. എന്നാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് പോലീസുകാരൻ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഇതാണ് ആ ഇൻഫോമർ സോനു. എനിക്ക് ലോകം മുഴുവൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ലൊക്കേഷൻ കിട്ടി. ഇനി എത്രയും പെട്ടെന്ന് എന്റെ ടിക്കറ്റ് കൺഫേം ആക്കിക്കോ, ഞങ്ങൾ പോവാണ്. അവിടുത്തെ സീൻ കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ചേച്ചിമാര് ഈ കോൾ സെന്റർ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഭക്ഷണമൊക്കെ വരുന്നുണ്ട് വലിയ വലിയ പാത്രത്തിൽ. തിന്നാന്നിട്ട് ആൾക്കാരെ പറ്റിക്കുക, ഇവന്മാരെ വെറുതെ വിട്ടുവിടാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂത്തക്കയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് കക്കൂസി പോകണം. എനിക്ക് ഇനിയും ക്ഷമിക്കാൻ പറ്റില്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് അക്ക ബാത്റൂമിൽ പോകുന്ന സമയത്താണ് സോനു ഒരു തുണി എടുത്തുകൊണ്ട് നമ്മുടെ ചേച്ചിയെ കാണാൻ വരുന്നത്. ആ നേരത്ത് വേറൊരു കസ്റ്റമർ ഉണ്ടാവും. ഇറങ്ങിപ്പോക്കോ, ഇവിടെ തയ്പ്പില്ല, ആ ലേഡിയുടെ അടുത്ത് ചെല്ലുന്നും പറഞ്ഞ് അയാളെ ഓടിച്ചു വിട്ടിട്ട് ചേച്ചി ഇരിക്കുമ്പോൾ സോനുവിന്റെ കൂടെ വേറെ ഒരു റൗഡി ചെറുക്കനും വരുന്നുണ്ട്. നിനക്ക് ചൈനീസ് അറിയില്ലല്ലോ, ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് അവൻ സോനുവിനെ വിളിച്ചുകൊണ്ട് വന്ന് അക്കയോട് സംസാരിക്കും, ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. അക്കയ്ക്ക് അവിടെ ചൈനീസ് അറിയുന്നു. അയാൾ സ്ലീവ് ഒക്കെ ഷോർട്ട് ചെയ്ത് അയൺ ചെയ്ത് തരാൻ പറയും. അക്ക ചിരിച്ചു കാണിക്കുക. ഓക്കെ, ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നീ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞ് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടി പറയാൻ അറിയുന്നില്ല. ഓരോ ശബ്ദങ്ങളും ഉണ്ടാക്കി കൈയും കൊണ്ടും കാലും കൊണ്ടും കോഷ്ടി കാണിക്കുക. നീ എന്താടി മണ്ടിയാണോ? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഇതേതോ പ്രാന്തിയാ. ഇവള് വേണ്ട, നമുക്ക് മറ്റേടത്ത് പോകാന്ന് പറഞ്ഞ് ഇവർ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരി ചേച്ചി വരുന്നത്. അവരോടി വന്ന് ചൈനീസിൽ വർത്താനം പറഞ്ഞ് ഞങ്ങൾ തയ്ച്ചുതരാം, ഇവിടെ തന്നെ ഇരിക്കുക, ഞാനാണ് നോക്കി നടത്തുന്നതെന്ന് പറഞ്ഞ് തുണി മേടിച്ച് തയ്ക്കാൻ തുടങ്ങും. അപ്പൊ റൗഡി ചെറുക്കാൻ, ഈ പെണ്ണിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ, ഇത് മണ്ടിയാണോ എന്ന് ചോദിക്കും. അപ്പൊ അക്ക പറയും, അതെ സാർ, ഇതിന് ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാ, ചെറുപ്പം മുതലേ ഇങ്ങനെയായിരുന്നു, കൊച്ചിലെ പനി വന്ന് ഭ്രാന്തിയായതാ. ഓ അങ്ങനെയാണോ? ഇയാൾ സോനുവിനോട് പറയും, ഇതിന് ബുദ്ധിക്ക് സ്ഥിരതയില്ലത്രേ, പാവം, മുഖം കണ്ടാ പറയില്ല. അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ റൗഡി ചെറുക്കാൻ സോനുവിനോട് ചിപ്സ് മേടിച്ചുകൊണ്ട് വരാൻ പറയും. അവനാണെങ്കിൽ പോകാൻ മടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഹീറോയിനോട് സംസാരിക്കണ്ടേ? ആ തക്കത്തിന് നമ്മുടെ കൂട്ടുകാരി ചേച്ചി, സ്നാക്സ് മാത്രമല്ല എന്റെ കയ്യിൽ കോഫിയും ഉണ്ട്, വായ ഞാൻ കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഈ റൗഡി ചെറുക്കനെ അവരെ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മുടെ അക്കയ്ക്കും സോനുവിനും കിട്ടി. അപ്പൊ സോനു ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും കിം ഡോക്കിയാണോ എന്ന്. അപ്പൊ ഇവര് പറയും, എന്തേ ഫോട്ടോയിൽ കണ്ടതിനെക്കാട്ടിലും ഭംഗി തോന്നുന്നുണ്ടോ എന്നെ കാണാൻ? അവൻ ചിരിക്കും, നിങ്ങൾ അതന്നെ, എങ്ങനെ ഇവിടെ എത്തി? ഹീറോയിൻ പറയും, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, ഇപ്പൊ എന്റെ ബാസ്ക്കറ്റിൽ ഒരു സെൽഫോൺ ഉണ്ട്, അതെടുത്തിട്ട് പോയിക്കോ. ഇവൻ മെല്ലെ ആ സെൽഫോൺ എടുത്തോണ്ട് വരും. എന്നിട്ട് ബാത്റൂമിൽ നിന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിന് പുറകിലായി ഒരു മെസ്സേജ് ഉണ്ടാവും, ഇതെന്റെ ഫോണാണ്, എമർജൻസിക്ക് യൂസ് ചെയ്തോളൂ, വലിയ തലവൻ വരുമ്പോൾ ഇൻഫോം ചെയ്താൽ മതി, ഞങ്ങളുടെ പോലീസുകാരൻ ഓൺ ദ വേ ആണ്, അങ്ങേര് ചൈനീസ് പോലീസുമായിട്ട് നിങ്ങളുടെ സെന്റർ റെയ്ഡ് ചെയ്തോളൂ, ബിഗ് ബോസ് വരുമ്പോഴാണ് പറയേണ്ടത്, അല്ലെങ്കിൽ വെറും കോൾ സെന്റർ മാത്രമായിരിക്കും പിടിയിലാവുക, വലിയ തല, തിമിംഗലം രക്ഷപ്പെട്ട് കളയും. സോനുവിന് ഇപ്പോൾ ആശ്വാസമായി, എന്തായാലും രക്ഷപ്പെടുത്താൻ ആൾക്കാർ വന്നല്ലോ. ഹീറോയിൻ ഇൻസ്പെക്ടറെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ നാളെ എത്തുമല്ലോ അല്ലേ? നാളെ തന്നെ റെയ്ഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? പോലീസുകാരൻ അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു, ഞങ്ങൾ നാളെ തന്നെ എത്തും, ചൈനീസ് പോലീസിനെ വിവരം അറിയിച്ചു കഴിഞ്ഞു, വലിയ തല അവിടെ വരുന്ന സമയത്ത് തന്നെ നോക്കി റെയ്ഡ് ചെയ്ത് അവരെ പിടിക്കാം, ഇനി ഒന്നും പേടിക്കണ്ട, താൻ ഇനി അവിടെ നിൽക്കണമെന്നില്ല, പുറപ്പെട്ടോളൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നീ പോലീസുകാരൻ പറയുന്നുണ്ട്. ശരിയെന്ന് ചേച്ചി പറയും. എന്നാൽ അവർ തിരിച്ചു പോകുന്നില്ല. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞ് ഡ്രഗൻ, അവൻ ബാത്റൂമിൽ കയറി ഡ്രഗ് അടിച്ച് വായി പതയും തള്ളി പീസ് പോയി കിടക്കുക. ആ നേരം ഈ കോൾ സെന്ററിലെ മാനേജർമാരൊക്കെ ഒത്തുകൂടിയിരിപ്പുണ്ടാവും. എന്താടാ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ വലിയ തല വരുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞു. ഇത് കേട്ടുടനെ സോനു മെല്ലെ വലിയും. കാരണം ഇൻഫോം ചെയ്യണമല്ലോ, തൊപ്പിക്കാരൻ വരുന്നുണ്ടെന്ന് ഇൻഫോം ചെയ്യണമല്ലോ. ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ ഇറങ്ങാണ്. ആ നേരം ഹീറോയിനാണെങ്കിൽ നാട് വിടാതെ ഞാൻ അവനെ പിടിക്കുന്നത് കാണാതെ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ആണി അടിച്ചിരിപ്പാണ്. എന്നിട്ട് അവൾ ആ ചൈനക്കാരി പെണ്ണിനോട് പറയും, ഞാൻ നിങ്ങളെല്ലാം ഇതിലേക്ക് വലിച്ചിട്ടല്ലോ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. അപ്പൊ ആ പെൺകുട്ടി, അങ്ങനെ ചിന്തിക്കണ്ട, എന്റെ ചേച്ചിക്ക് പല ആപത്തുകളും വന്നപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ആരും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഒരു നല്ല സുഹൃത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കണ്ടേ? അവൾക്കൊരാപത്ത് വരുമ്പോൾ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോനു മെസ്സേജ് അയക്കുന്നത്, ബിഗ് ബോസ് വന്നു എന്ന് പറഞ്ഞിട്ട്. ചെറിയ പെണ്ണ് എല്ലാ കാര്യങ്ങളും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഈ തൊള്ള പൊളിച്ചൊരു പ്രത്യേക എക്സ്പ്രഷനിലാണ് പറയുക. പേടിക്കും ഇതിനെ കാണുമ്പോൾ. ദൈവമേ, ഇങ്ങനെ പറഞ്ഞാൽ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാക്ക് വന്ന് ചാവും. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകനുണ്ട്, കാറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഏതെങ്കിലും സൈക്കിള് പോകുന്ന കണ്ട് അമ്മ 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 എന്ന് പറയും. ഇപ്പം പറയുന്നത് കേട്ടെന്നെ നമ്മൾ ഏതെങ്കിലും ചാലി കൊണ്ടേ വിടും വണ്ടി. എന്തായാലും ബിഗ് ബോസ് വന്നു. ചേച്ചി ഉടനെ സോനുവിന് റിപ്ലൈ അയക്കുകയാണ്, പേടിക്കണ്ട, പോലീസുകാരൻ ഓൺ ദ വേ ആണ്,
ചൈന പോലീസിനെയും വിളിച്ചിട്ട് അവിടെ എത്തിക്കോളും, നീ ഭാവമൊന്നും കാണിക്കാതെ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറയും. അങ്ങനെ നിൽക്കുമ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ് നടക്കുന്നത്. പെട്ടെന്ന് 2 വണ്ടി നിറച്ചും ആൾക്കാർ കത്തിയും കടാരയൊക്കെ ആയിട്ട് ഈ കോൾ സെന്ററിലേക്ക് ഓടിക്കയറുന്നു. പോകുന്ന വഴി വെച്ച് തന്നെ ഓരോ മാനേജർമാരെയും ഇവന്മാർ കുത്തി വീഴ്ത്തുന്നുണ്ട്, എല്ലാവരെയും കൊല്ലുക. ഇവിടെ അകത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാർക്ക് കാര്യം മനസ്സിലായില്ല. കയറി ഉടനെ അവന്മാർ വെട്ടാനും കുത്താനും തുടങ്ങി. സോ ഈ മാനേജർമാർക്കുണ്ടായിരുന്ന ട്രാപ്പാണത്. എല്ലാവരും ആകെ ഷോക്കി നിൽക്കുമ്പോൾ തന്നെ അവന്മാർ കൊന്നുകൊണ്ടിരിക്കുക. വെള്ളത്തിൽ വീണ് തൂങ്ങി മരിച്ചു. സോനു ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് എന്നെ രക്ഷപ്പെടുത്തൂന്ന് മെസ്സേജ് അയക്കുമ്പോഴേക്കും റൗഡികൾ അവനെ പിടിച്ച് പള്ളയിൽ കത്തി ഇറക്കി കഴിഞ്ഞു. അവന്റെ ഫോണും തെറിച്ചു വീഴും. ഇതൊന്നും ഹീറോയിൻ അറിയുന്നില്ല, അവൾക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഒരു റിച്ച് കാർ അങ്ങോട്ട് വരുന്നത്. അതിനെല്ലാം ഇവർ ഫോട്ടോ എടുക്കും. ഈ കാറിന് പുറകിൽ തന്നെ ഇവർക്ക് ഫുഡ് കൊണ്ടുവരുന്ന വണ്ടിയും വരുന്നുണ്ട്. സംതിങ് റോങ് ആണെന്ന് ചേച്ചിമാർക്ക് മനസ്സിലായി. എന്തോ കുഴപ്പമുണ്ട്. ആ കാറിൽ നിന്ന് ബഡാ ബോസ് തൊപ്പിക്കാരൻ ഇറങ്ങി ചെല്ലുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ, നമുക്ക് പോണ്ടേ, പോയി എന്താണെന്ന് നോക്കിയാലോ. കൂട്ടുകാരി നടുവിരൽ കാണിച്ച്, എന്റെ നടുവിരലല്ലേ പൊട്ടിയുള്ളൂ, നിന്റെ എല്ലാ എല്ലും പൊട്ടിച്ചു കളയാവന്മാര്, തമാശ കളിക്കല്ലേ, മിണ്ടാതെ വണ്ടിക്കകത്തിരിക്കും. ഇവര് നോക്കുമ്പോ ആ കോൾ സെന്ററിലെ കോൾ ചെയ്യുന്ന പയ്യന്മാരെല്ലാം ഇവര് വിളിച്ച് വണ്ടി കയറ്റാണ്. ബാക്കിയുള്ളവരെ കൊന്നതൊന്നും ഇവർക്ക് അറിയില്ല. എന്തായാലും ഇവര് രക്ഷപ്പെട്ടു പോവുകയാണെന്ന് ഹീറോയിന് മനസ്സിലായി. ആ നേരത്താണ് ബാത്റൂമിൽ കിടന്ന് പത വന്ന് ചത്തുപോയി എന്ന് വിചാരിച്ച് ചെറുക്കൻ എഴുന്നേറ്റ് വരുന്നു. അവന് കുറച്ചു നേരം പീസ് പോയതായിരുന്നു, ഇപ്പൊ ബോധം വന്നു. അവൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഈ തൊപ്പിക്കാരൻ കടന്നു പോകുന്നുണ്ട്. തൊപ്പിക്കാരന്റെ മോന്ത ഇവന് മനസ്സിലായി. ഇവൻ പമ്മി മാനേജർമാരുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരെയും കുത്തി മലർത്തിയിട്ടിരിക്കുക. നമ്മുടെ സോനുവും പാവം കിടപ്പുണ്ട് അവിടെ. സംതിങ് റോങ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ ആണെങ്കിൽ നമ്മുടെ പോലീസുകാരനെ വിളിക്കുന്നു. സാർ, ഇവിടെ ആകെ കുഴപ്പമാണ്, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ, ഇനിയും ചൈന പോലീസുകാരെ വിളിച്ചിട്ടില്ല, എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, സാർ അവരെല്ലാം ഓടി രക്ഷപ്പെടുന്നു, എത്രയും പെട്ടെന്ന് അവരെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ അവരെവിടെയാ പോയെന്നറിയില്ല. പോലീസുകാരൻ പറയും, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അവർ രക്ഷപ്പെടേ, അതിനുള്ള ചാൻസേ ഇല്ല എന്ന് പറയും. പക്ഷേ ശരിക്കും അവന്മാർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവള് പറയുന്ന പോലീസ് മണ്ടം കേൾക്കുന്നുമില്ല. ഇപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ആകെ ടെൻഷൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങല്ലേ, പോലീസുകാരെന്തേലും കാണിച്ചോട്ടെ, നമുക്ക് വേറെ വഴിയില്ല, തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരികൾ ഒച്ച വയ്ക്കുന്നുണ്ട്. ഇവളൊന്ന് കാറി അവളന്മാരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഒരു സെക്കൻഡ് എന്നെ ആലോചിക്കാൻ വിട. മോന്തയൊക്കെ തട്ടി റെഡിയാക്കിയിട്ട് പറയും, ഏമി, ആ പണക്കാരന്റെ കാറിന് പുറകെ വിട, അവനെ നമുക്ക് വെറുതെ വിട്ടുവിടാം, അവനല്ല മെയിൻ ആള്. ഇവള് SR എന്നും പറഞ്ഞ് കാർ എടുക്കുമ്പോഴാണ് ആ കൊച്ചു ഡ്രഗൻ സോനുവിനെയും പൊക്കിക്കൊണ്ടുവരുന്നത്. സോനുവിന്റെ അവസ്ഥ കണ്ട് ഇവര് ഞെട്ടും. എന്താ പറ്റിയത്? അവന് ബോധമില്ല. ഉടനെ ആംബുലൻസിനെ വിളിക്കും. അവർ ആംബുലൻസിനെ വിളിക്കും. അപ്പോഴാണ് കൊച്ചു പയ്യൻ ചോദിക്കുക, നിങ്ങൾക്ക് ഇവനെ അറിയോ? നിങ്ങളൊക്കെ ആരാ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ പാസ് ഔട്ടായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാ മാനേജർമാരും ചത്തെടുക്കായിരുന്നു, ഞാൻ ഇവനെ മാത്രം പൊക്കിയെടുത്തോണ്ട് വന്നു. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കൂ, അവരെല്ലാം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ഇതവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോനുവിന് ബോധം വരും. സോനു മെല്ലെ കണ്ണ് തുറന്ന് ഹീറോയിനെ കാണാണ്. അവന്റെ കയ്യിലെ ഫോൺ ഹീറോയിന് നേരെ നീട്ടിയിട്ട് പറയും, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ സ്കാം ചെയ്തു, ഞാൻ ആഗ്രഹിച്ച് ചെയ്തതല്ല, പക്ഷെ പറ്റിപ്പോയി, എല്ലാം എന്റെ തെറ്റാ, ഈ വിധി എനിക്ക് ചേർന്ന് തന്നെയാ, എത്രയോ പേരുടെ വേദനയാണ് എന്റെ വയറ്റിൽ കത്തിയായിട്ട് ഇറങ്ങിയത്, എന്റെ വിധി ഇതാണ്. ഇങ്ങനെ പറഞ്ഞ് സോനു കണ്ണടയ്ക്കും. പേടിക്കേണ്ട, മരിച്ചിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ജീവൻ വരും, ഡയറക്ടർ പറ്റിച്ചാണ്, പക്ഷെ ഞാൻ പറയും, എന്നെപ്പോലെ നിങ്ങൾ വിഷമിക്കാൻ പാടില്ല, എന്റെ സ്വത്ത് കുട്ടികൾ. ലവ് യു. ഈ നേരത്ത് നമ്മുടെ ചേച്ചിമാര് മുടിയൻ ചെക്കനോട് ചോദിക്കും, നീ ആ തലവില്ലനെ കണ്ടിരുന്നോ? അവന്റെ അടയാളം നിനക്ക് അറിയാവോന്ന്? ഞാൻ കണ്ടിരുന്നു, എനിക്ക് എല്ലാ ഷേപ്പും അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവനൊരു കാർട്ടൂൺ കോമാളിയെ വരച്ചു കൊടുക്കുന്നുണ്ട്. മൂത്തക്കയാണെങ്കിൽ ഇതുകൊണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നീ പ്രാന്തനാണെന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മുടെ ചേച്ചി ഹീറോയിന്റെ കയ്യില് സോനു ഒരു ഫോൺ കൊടുത്തില്ലേ, അതിനകത്ത് അവൻ എല്ലാ വിവരവും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സംഭവം കുത്തുകിട്ടിയവൻ നിലത്ത് കിടക്കുമ്പോഴും ഫോണിലെ ക്യാമറ ഓണാക്കി വെച്ചിരുന്നു. അതിൽ ആ വില്ലന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്, ക്ലിയർ ഇല്ല. അവര് തമ്മിലുള്ള സംസാരം എന്താന്ന് വെച്ചാൽ, വില്ലനും അയാളുടെ കൂട്ടാളിയും പറയുന്നത് ഡ്രഗ്സ് മൊത്തം വെതറുക അവിടെ. അപ്പൊ പോലീസുകാർ കാണുമ്പോൾ ഡ്രഗ്സിന് വേണ്ടി തമ്മി കുത്തി മരിച്ചതാണ് ഈ ആൾക്കാർ എന്ന നിഗമനത്തിലെത്തും. ആ ഒരു അവസ്ഥയിലാക്കിയിട്ടാണ് ഇവര് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. നാളെ പോലീസ് റെയ്ഡ് വരുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം ഈ തലവന് കിട്ടിയിട്ടുണ്ട് ചൈന പോലീസുകാരുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ് ഇയാള് ആ ഓഫീസിന്റെ എല്ലാ അവസ്ഥകളും ഇല്ലാതാക്കുന്നത്. നമുക്ക് ഉടനെ പുറപ്പെടണം, കിങ്ഡാവോ എയർപോർട്ടിലേക്ക് പോകണമെന്ന് വില്ലൻ പറയുന്നുണ്ടാവും. അത് കേട്ടുടനെ ഇവര് ഷോക്കാവും. അവൻ രക്ഷപ്പെട്ടു പോവാണോ കിൻഡാഗോ എയർപോർട്ടിലേക്ക്? നാട് വിടുന്നതിന് മുന്നേ അവനെ പിടിക്കണം. ഇവര് പുറപ്പെടാൻ തയ്യാറാവും. പക്ഷെ സോനു കിടപ്പുണ്ടല്ലോ, ആംബുലൻസ് വരുന്നവരെ ഇവര് വെയിറ്റ് ചെയ്യും. ആംബുലൻസും കൂടെ തന്നെ ഒരുപാട് പോലീസുകാരും വരുന്നുണ്ട്. അവരുടെ കയ്യിൽ സോനുവിനെയും കൊടുത്തിട്ട് ഇവര് കാർ എടുത്ത് പുറപ്പെടും എയർപോർട്ടിലേക്ക്. പോകുന്ന വഴിയെ ഈ വില്ലന്റെ മോന്ത ശരിക്കും കാണുന്നില്ലെങ്കിലും അവനെ സൂക്ഷിച്ച് വീക്ഷിക്കുമ്പോൾ അയാൾക്ക് ഈ ഓരോരുത്തർക്കുള്ള ഹാബിറ്റ് പോലെ കയ്യിലെ വാച്ച് തിരിച്ച് കുലുക്കുന്നൊരു ഹാബിറ്റ് ഉണ്ട്, കുലുക്കുലേന്ന്. അത് ഇവള് നോട്ട് ചെയ്യും. ഈ നേരം
നമ്മുടെ 2 കൊറിയ പോലീസുകാർ സ്പോട്ടിലേക്ക് വന്ന് വലിയ കാര്യത്തിൽ ഇറങ്ങുമ്പോഴാണ് അവിടെ നിറച്ചും ചൈനീസ് പോലീസുകാർ നിറഞ്ഞു നിൽക്കുന്നു. ഇവര് നാളെ 8 മണിക്കല്ലേ വരാന്ന് പറഞ്ഞ് ഇത്ര പെട്ടെന്ന് എത്തിയോ? നല്ല വേഗതയാണല്ലോ. ഇവര് പോകുന്ന വഴിയെ പോലീസുകാരാ പാർക്ക് പോലീസുകാരാ, നിങ്ങൾക്ക് വേണ്ടി എത്ര നേരം ഞങ്ങൾ കാത്തിരുന്നു. ഞാൻ മിസ് കിമ്മിന്റെ കൂട്ടുകാരിയാണ്, എന്നെ മനസ്സിലായോ? ഇൻസ്പെക്ടർ ആണെങ്കിൽ അവരാദ്യം വകവയ്ക്കില്ല. നിങ്ങളോടൊക്കെ ഞങ്ങൾ പോകാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നു? നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇമ്പോർട്ടന്റ് ആയ കാര്യമുണ്ടെന്നും പറഞ്ഞ് ഇവര് ചെന്ന് അവിടുത്തെ പോലീസിനെ കാണും. പക്ഷെ ചൈന അറിയാൻ പാടില്ലല്ലോ. കൊറിയ പോലീസ് എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് മനസ്സിലാവില്ല, ചൈന പറയടോ. അപ്പോഴാണ് അക്ക സ്റ്റൈലായിട്ട് വരുന്നത്. ഇവർ വന്ന് കൊറിയ പോലീസ് നിങ്ങളെ സൂപ്പർവൈസർ അപ്പാക്കണം, എത്രയും പെട്ടെന്ന് പോയി പറയും. തടിയനും സലാം അലൈക്കും മാഡം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇൻസ്പെക്ടർ കൂട്ടുകാരി ചേച്ചിയുടെ കൈ പിടിച്ചിട്ട്, നിങ്ങളൊരു ദേവതയാണക്ക, ഞാൻ കാത്തിരുന്ന ദേവത, വരൂ, എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി, എന്നെ സഹായിക്കാൻ ദൈവം നിങ്ങളെ വിട്ടതാ, വായോന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോയി. മെയിൻ അവിടുത്തെ പോലീസുകാരനോട് ഇവർ സംസാരിക്കുന്നു. നാളെ വരാൻ ഇൻഫോം ചെയ്തല്ലേ, ഇപ്പം എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും എല്ലാം പെട്ടെന്നായിരുന്നു, കൊലപാതകങ്ങൾ സംഭവിച്ചെന്നുള്ള ന്യൂസ് കേട്ട് പോലീസുകാരെത്തിയതാണ്. നോക്കുമ്പോൾ നാർക്കോട്ടിക്സിന് നടന്ന കൊലപാതകമായിട്ടാണ് കാണുന്നത്. ഡ്രഗ്സ് ഒക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പൊ ഇനി ലോക്കൽ പോലീസ് അന്വേഷിക്കില്ല, ഈ കേസ് നാർക്കോട്ടിക്സിന്റെ കയ്യിലേക്ക് മാറും, അതാണ് ഇനി സംഭവിക്കാൻ പോണെന്ന് പറയും പുള്ളിക്കാരൻ. നമ്മുടെ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഷോക്കാവാണ്. നാർക്കോട്ടിക്സോ? വില്ലൻ വലിയ കളി കളിച്ച കേസ് മാറ്റിവിടാൻ. അയാളുടനെ അയാളെ ക്യാപ്റ്റനെ വിളിച്ച്, ക്യാപ്റ്റൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഈ കേസ് കയ്യിൽ നിന്ന് പോകാതെ നോക്കണം, ഇതിപ്പോ നാർക്കോട്ടിക്സ് ഏറ്റെടുക്കുമത്രേ, അയാൾ എല്ലാവരെയും പറ്റിച്ച് രക്ഷപ്പെട്ടു പോവാണ്, ഇപ്പൊ കിൻഡാഗോ എയർപോർട്ടിലേക്ക് പോയിത്രേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഈ കേസ് എന്റെ കയ്യിലേക്ക് തായോ, അയാൾ എങ്ങനെയെങ്കിലും പിടിക്കണം. ഇത് കേട്ട് ക്യാപ്റ്റൻ പറയും, എടാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നീ മണ്ടനാടാ, അവൻ വില്ലനാണ്, അവനെ പിടിക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല, വെറുതെ കാശും കളഞ്ഞ് അവിടെ പോയിരിക്കുന്നു. ശരി കുഴപ്പമില്ല, എന്തേലും വാങ്ങി തിന്നിട്ട് തിരിച്ചു വായോ, അവനെ വേറെ ഏതെങ്കിലും നാട്ടുകാർ പിടിച്ചോളും, നമുക്ക് വന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദുഷ്ടന്മാരെ ദൈവം ശിക്ഷിക്കും. ഇയാളിത് എന്തൊക്കെയാ പറയണെന്നും പറഞ്ഞ് അവൻ ഈ പോകാൻ പോകുന്ന ചൈന പോലീസുകാരെ പിടിച്ചു നിർത്തിയിട്ട്, സാർ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്, കേൾക്കണമെന്ന് പറയും. ഇയാൾ എന്താണോ പറയുന്നത് അതിന് ഡോസ് ലേശം കൂട്ടിയിട്ട് അക്ക അവരോട് അതേ സ്വരത്തിൽ കാറിനെയൊക്കെ ചവിട്ടി പറയുന്നുണ്ട്. ടിപ്പ് തന്നാള് പറയുന്ന മെയിൻ വില്ലൻ രക്ഷപ്പെട്ടു പോവാണ് കിൻഡാഗോ എയർപോർട്ട് വഴി, നിങ്ങളുടെ 2 ഓഫീസർമാരെ എനിക്ക് തരൂ, ഞാൻ ചെന്ന് അവനെ പിടിക്കാം, വലിയ ക്രിമിനലാണവൻ, ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ. അപ്പൊ ചൈന പോലീസുകാരൻ പറയും, ഇവിടെ കിടന്ന് സർക്കസ് കാണിക്കരുത്, ഇത് കൊറിയല്ല ചൈനയാണ്, ഇവിടെ ഞങ്ങളാണ് തീരുമാനിക്കുക. അപ്പൊ നമ്മുടെ ഇൻസ്പെക്ടർ ഓടി വന്ന്, സാർ ദയവ് ചെയ്ത് മനസ്സിലാക്കണം, ഇത് കൊറിയല്ല ചൈനയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. ഇത് ഇൻസ്പെക്ടർ പറയുമ്പോൾ അതേ സ്വരത്തിൽ അക്ക അവരോട് ഈ കാര്യം പറഞ്ഞിട്ട് പറയും, നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ബഡാ വില്ലനെ മിസ്സാവാൻ കാരണം നിങ്ങളാണെന്ന് ഞാൻ ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയും, ഫേസ്ബുക്കിലിടും, ഇൻസ്റ്റാഗ്രാമിലിടും, BCC ന്യൂസിനെ വിളിച്ച് നിന്റെ പേരും ചേർത്ത് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് ഈ നാടിനെ മൊത്തം നാറ്റിക്കും, നീയാണ് അതിന് ഉത്തരവാദി എന്നും പറഞ്ഞ് ഇവളിതെല്ലാം കൂട്ടി പറയുന്നുണ്ട്. നമ്മുടെ പോലീസുകാരൻ ഷോക്കാവും, ഇത്രയും വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും കാര്യം നടന്നു, അയാൾ പോലീസുകാരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നായിക ചേച്ചി അവരിത്രയും സമയത്തിനൊന്നും തയ്യാറല്ല, അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അവർ എയർപോർട്ട് എത്തി. ഇതേപോലൊരു തൊപ്പിക്കാരനെ അവിടെ കണ്ടുപിടിച്ച് അവനെ ഫോളോ ചെയ്തു പോകുമ്പോൾ അയാൾ തൊപ്പിയൊക്കെ ഊരി വെച്ച് ഏതോ ഒരു കൊച്ചിനെടുത്ത് കൊഞ്ചുന്നുണ്ടാവും. ഇനിയിപ്പോൾ ആ അടയാളം കൊണ്ട് കാര്യമില്ല, വേറെ തൊപ്പിക്കാരെ എയർപോർട്ടിൽ ഇല്ലതാനും. അപ്പോഴാണ് ഈ വില്ലൻ ഒരു ഹാബിറ്റില്ലേ കൈ കുലുക്കുന്നത്, അതേ രീതിയിൽ കൈ കുലുക്കുന്ന ഒരു ചന്തക്കാരനെ ഹീറോയിൻ കാണുന്നു. അത് അവൻ തന്നെയാ, നമുക്ക് ഫോളോ ചെയ്ത് പോവാന്ന് പറഞ്ഞ് കൊച്ചുപെണ്ണിനെയും വിളിച്ച് ഇവര് മെല്ലെ അയാളെ ഫോളോ ചെയ്ത് പോകും. ഇപ്പൊ കാഫ്റ്റീരിയയിൽ ഇരിക്കുകയാണ്. ഒരു ബഡാ വില്ലൻ എന്ന് പറയുമ്പോൾ ആരെങ്കിലും അയാളെ ഫോളോ ചെയ്താൽ പുള്ളിക്കാരന് മനസ്സിലാവും. സോ നമ്മുടെ വില്ലനും മനസ്സിലായി. അവൻ നൈസായിട്ട് വന്ന് ഈ അക്കന്മാരടുത്തിരുന്നിട്ട്, മാഡം മുഖം മറിക്കാതുള്ള കാര്യം പറയും, എന്തിനാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നത്, എന്നെ ഇഷ്ടമായതുകൊണ്ടാണോ അതോ പോലീസ് ആയതുകൊണ്ടാണോ, ഉള്ള കാര്യം തുറന്നു പറഞ്ഞോന്ന് പറയും. അപ്പൊ ഹീറോയിൻ ധൈര്യം സംഭരിച്ചിട്ട്, നീ ഉപദ്രവിച്ച ഒരു വിക്ടിമാണ് ഞാൻ, നീ പണം കവർന്ന ആൾക്കാരിലെ ഒരു പരാതിക്കാരി. അയാൾ ചിരിച്ചിട്ട്, ഞാൻ പണം കവർന്ന ആളുടെ പരാതിക്കാരിയോ, ഞാൻ ചിരിക്കുകയാണെന്ന് വിചാരിക്കണ്ട, കൊന്നുകളെ, എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്, പണത്തിന് വേണ്ടിയല്ലേ, എത്രയാ നിന്റെ പോയത്. ആ അമൗണ്ട് പറയുന്നുണ്ട്, ഏതാണ്ട് ഒരു 5-10 ലക്ഷം രൂപ, കറക്റ്റ് അറിഞ്ഞില്ല, ആ ചില്ലിക്കാശിനാണോ നീ എന്നെ ഫോളോ ചെയ്ത് ഇന്നാന്നും പറഞ്ഞ് അയാൾ കുറേ കെട്ട് പണം എടുത്ത് ഇവരെ മുന്നിൽ വെച്ചു കൊടുക്കും. ഏകദേശം നമ്മുടെ മണി ഒരു 20 ലക്ഷമെങ്കിലും കാണും, എടുത്തിട്ട് ഓടിക്കോ, നീ എത്ര പണിയെടുത്താലും ഇത്രയും പണം കിട്ടില്ല, ഈ പണം എടുത്ത് സ്ഥലം വിട്ടു പൊക്കോണം, വാ തുറന്നാൽ ഇതേ നാട്ടിൽ കുഴി കുത്തി 2 എണ്ണത്തിന് മൂടിക്കളെ, മനസ്സിലായോ. ഇതും പറഞ്ഞ് ആള് സ്റ്റൈലായിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അപ്പൊ അടിക്കാരൻ ചോദിക്കും, പേടിപ്പിച്ചാൽ മാത്രം മതിയോ സാർന്ന്, അത് നിങ്ങൾ മൂത്രം ഒഴിച്ചില്ലെന്നേ ഉള്ളൂ, നമ്മളിനി ഡിസ്റ്റർബ് ചെയ്യില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേറെ വഴിയുണ്ടല്ലോ, ഇപ്പൊ പേടിക്കണ്ട, ഇവരിനി തെരഞ്ഞാൽ പോലും നമ്മളെ കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാരവിടെ നിന്ന് മാറിപ്പോകും. നമ്മുടെ അക്കയ്ക്കാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞു. ആ തെണ്ടിയോട് ഞാൻ പറയാനുള്ളതൊന്നും പറഞ്ഞില്ല. കുഞ്ഞുപെണ്ണ് പറയുന്നുണ്ട്, ഈ കാശും എടുത്ത് നമുക്ക് ഓടിക്കളയാൻ ചേച്ചി, അവൻ കൊന്നുകളയുന്നു, എന്തേലും മണ്ടത്തരം കാണിക്കല്ലേ. ഇല്ലടി, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ അവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞ് അക്ക അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഈ നേരം ചൈനയിലെ അനിയത്തി പെണ്ണ്, അവൾ അവിടുത്തെ എയർപോർട്ട് സെക്യൂരിറ്റിക്കാരെ
കൺവിൻസ് ചെയ്യാണ്. ഒരു വലിയ ക്രിമിനലുണ്ട്, വന്ന് പിടിക്കൂ എന്ന് പറഞ്ഞു. അവര് തെളിവൊന്നുമില്ലാതെ എങ്ങനെ വന്ന് പിടിക്കാനാ? അവന്മാര് വരുന്നില്ല. ബഹുമാനം കുറയ്ക്കണ്ട, അദ്ദേഹന്മാര് വരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ കിപ്പി കുഞ്ഞു പെണ്ണ് ഓടി വന്നിട്ട്, എടി ചേച്ചി പോയടി, ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ ചേച്ചി പോയി. നോക്കുമ്പം നമ്മുടെ അക്ക ദൂരേന്ന് തെണ്ടീന്ന് വിളിച്ച് പറയാണ്, നിക്കട തെണ്ടി. ഇവരാ പണം എടുത്ത് ആ വില്ലന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയും, ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ പണം നീ എനിക്ക് തരുന്നോടാ. ഞാൻ തെറ്റുകാരിയല്ല, എന്റെ തെറ്റല്ല, ഞാൻ പറ്റിക്കപ്പെട്ടത്. നിന്റെ തെറ്റാ, പാവങ്ങളെ പറ്റിച്ച് തിന്നുന്ന നിന്റെ തെറ്റാ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ. അവൻ ചോദിക്കും, ഇപ്പൊ നിനക്ക് എന്താടി വേണ്ടതെന്ന്? വന്ന് പോലീസിൽ സറണ്ടർ ആയിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വലിച്ചെടുത്തോണ്ട് പോകും. എന്റെ ക്ഷമ പരീക്ഷിക്കണ്ട. എന്നാ അത് പരീക്ഷിച്ച് നോക്കാന്നും പറഞ്ഞ് ഇവൻ അവളെ മുടി പിടിച്ചെടുത്തോണ്ട് വന്ന് ആണുങ്ങളെ ബാത്റൂമിൽ ഇട്ട് ചവിട്ടാണ്. നീ എന്താടി വിചാരിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ കഴിയും? വെറുതെ ഒരു സീൻ ആവണ്ടെന്ന് വെച്ചാ കാശ് എന്നിട്ട് പോയത്. എന്നിട്ടും നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമില്ല അല്ലെ? അയാള് പൊത്തിരത്തല്ലും നമ്മുടെ ചേച്ചിയെ. തലയെ പിടിച്ച് ഇടിച്ച് മുഖമൊക്കെ ചെളുങ്ങി മുഴുവൻ ചോര ഒലിക്കുകയാണ്. അവര് വിടില്ല. ഉള്ള ശക്തി കൊണ്ട് ഇവനെ കയറി പിടിച്ച് നിർത്താൻ നോക്കുന്നുണ്ടാവും. അടിച്ചവളെ അവശയാക്കി നിൽക്കുമ്പോഴാണ് ആ ജോലിക്കാരൻ വന്ന്, സാർ സമയമായി, ഫ്ലൈറ്റിന് സമയമായി, നമ്മൾ ഇവളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടുപോകും, നമുക്ക് ഇവിടുന്ന് പോകാമെന്നും പറഞ്ഞ് അവൾ അതേ കോലത്തെ അവിടെ ഇട്ടിട്ട് ഇവര് പുറപ്പെട്ടു. പക്ഷെ നമ്മുടെ അക്ക ചിരിക്കുന്നുണ്ട്, എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താന്ന് നോക്കുമ്പം ഈ വില്ലണ്ടിത്തയുടെ പാസ്പോർട്ട് അക്ക കവർന്നിരിക്കുകയാണ്. അവൻ തല്ലുന്ന സമയത്ത് ഇപ്പൊ ടിക്കറ്റും പാസ്പോർട്ടും അക്കയുടെ കയ്യിലായിരിക്കും. അപ്പോഴാണ് ആണുങ്ങളെ ബാത്റൂമിലേക്ക് ഒരുത്തൻ കയറി വരിക. സോറി മാഡം, സ്ഥലം മാറിപ്പോയി. പക്ഷെ ഇത് ആണുങ്ങളുടേതാണല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇതെന്താ മുഖത്ത് മുഴുവൻ ചോരാന്നും പറഞ്ഞ് ഇയാൾ ഉടനെ ഫോൺ എടുത്ത് എയർപോർട്ട് സെക്യൂരിറ്റി വിളിക്കും. അപ്പോഴാണ് ഈ വില്ലന്മാരകത്തേക്ക് കടന്നു വരുന്നത്. അതിലെ മൊട്ട ഈ യാത്രക്കാരനെ അടിച്ച് പുറത്താക്കുന്നുണ്ട്. ചേച്ചിയുടെ കയ്യിൽ പാസ്പോർട്ട്, നീ എന്തെങ്കിലും മറന്നു പോയോടാന്ന് ചേച്ചി ചോദിക്കും. അപ്പൊ വില്ലൻ ചിരിച്ചിട്ട്, അവസാന ചാൻസ്, തിരിച്ചു തന്നില്ലെങ്കിൽ പെണ്ണെ ഞാൻ നിന്നെ കൊന്നുകളെ. അക്ക എന്നാ കൊല്ലടാ, ഞാൻ ചാവാൻ തയ്യാറാന്നും പറഞ്ഞ് ആ പാസ്പോർട്ടിലെ മെയിൻ പേജ് കീറി വായിലിട്ട് ചവയ്ക്കാണ് ഇവൻ. കാണാൻ നല്ലോട്ട് ചവയ്ക്കും. ഇനിയിപ്പോൾ എന്താ നീ ചെയ്യാൻ പോകുന്നു? അവനാണെങ്കിൽ കലിമൂത്ത് ഇവരെ തല ബാത്റൂം ഡോറിട്ട് അടിക്കുകയാണ്. വായെല്ലാം പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. എന്നിട്ടും വിടുന്നില്ല, വീണ്ടും ചവിട്ട്. അപ്പോഴാണ് ഇവളൊരു പേപ്പർ തൊണ്ട് ഇവന് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നത്. അതിൽ ആ കാർട്ടൂൺ പടം ഉണ്ടാവും, ഈ വില്ലന്റെ കാർട്ടൂൺ പടം. എന്നിട്ട് ഹീറോയിൻ പറയും, മെങ്ഹ്വാങ്, നീ ആരെയെങ്കിലും കരയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണീര് ഫലം കൊണ്ട് ഒരു പുഴ പോലെ നീ കരയോടാ, ജീവിതകാലം മുഴുവൻ കരയോടാ. ഇതാരോടൊക്കെയോ എനിക്ക് പറയാനുണ്ട്. യു ബ്ലഡി ഫുൾ. നീ കരയും. ശരി, വേണ്ട, അവരൊക്കെ കരഞ്ഞാലേ നമുക്ക് സങ്കടമാവും. പൊയ്ക്കോ, എങ്കിയാവത് പോയി വാഴ്, ഇനി കണ്ട ഞാൻ തല്ലും. ഇവിടെ തിരിച്ചു വരുമ്പം വില്ലന് പെരുത്ത കലിപ്പ് കയറി അവൻ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഹീറോയിനെ. അപ്പോഴേക്കും നേരത്തെ ഒരു യാത്രക്കാരൻ പോലീസുകാരെ വിളിച്ചിരുന്നില്ലേ, അവരോടി വന്നു കഴിഞ്ഞു തോക്കും വെച്ച്. ഇവന്മാർക്ക് അനങ്ങാൻ പറ്റില്ല, ഇവരുടെ കയ്യിൽ ആയുധമില്ലല്ലോ. രണ്ടുപേരും പിടിക്കപ്പെട്ടു. കയ്യും തൂക്കി നിൽക്കുമ്പോഴാണ് എല്ലാ സീനും അവസാനം നമ്മുടെ ഇൻസ്പെക്ടർ വരുന്നത്. ഓടി വന്ന് നോക്കുമ്പോൾ അക്ക മോന്ത മൊത്തം അടിയും വാങ്ങിച്ചു കിടക്കുക. ഇതെന്ത് അവസ്ഥയാ കിമ്മി, നിനക്ക് കുറച്ച് സമയം കാത്തിരുന്നൂടെ? എവിടെ അവൻ? വില്ലൻ കയ്യും പൊക്കി നമസ്കാരം പറയുന്നുണ്ട്. നീയാണോടാന്ന് ചോദിച്ചിട്ട് ഇൻസ്പെക്ടർ അവനെ പൊതിരെ തല്ലി അടിച്ച് നിലത്തിട്ട് ലോക്ക് ചെയ്തു. ഹീറോയിൻ കണ്ടിച്ചിരിക്കും. അങ്ങനെ വില്ലപ്പൻ പിടിയിലായി. 2016 ഓഗസ്റ്റ് 21 വില്ലപ്പൻ പിടിയിലാകുന്നു. അക്ക എഴുന്നേറ്റ് ഇൻസ്പെക്ടറോട് ചോദിക്കും, തന്നോട് ആരോടോ ഇത്ര നേരം വൈകി വരാൻ പറഞ്ഞ്? എപ്പോഴും ഒരു സ്റ്റെപ്പ് ബാക്കിലാണ്, താൻ നന്നായില്ലേ? പോലീസുകാരൻ പറയും, ഞാനൊരു സ്റ്റെപ്പ് ബാക്കിലല്ല, നീ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലാ. എന്തിനാ ഇത്രയും ധൃതിപ്പെട്ട് ഓടി വന്നു? എന്നാ പിന്നെ പോലീസ് ജോലിയും കൂടി ചെയ്തൂടെ? മോന്ത മൊത്തം പഞ്ചറാക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അക്കനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അവർ ചോദിക്കും, എന്റെ മൂക്ക് അവിടെ ഉണ്ടോന്ന് നോക്കി പറയൂ. അവിടെ തന്നെ ഉണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള ചേച്ചിമാർ ഓടി വന്നു കഴിഞ്ഞു. എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്ത് പണിയാടി കാണിച്ചതെന്ന് ചോദിച്ചിട്ട്. അവിടുന്ന് ഇവരെ ചാഞ്ഞ് പുറത്തേക്ക് വരുമ്പം മൂത്ത ചേച്ചി പറയും, എന്റെ കൂട്ടുകാരിയാണ് ആ പറ്റിപ്പുകാരനെ പിടിച്ചത്, ആ സ്കാമറെ പിടിച്ചത് എന്റെ കൂട്ടുകാരിയാ, ഒറ്റയ്ക്ക് അവള് പിടിച്ചതാ. കണ്ടോ എന്റെ പെണ്ണിന്റെ ധൈര്യം കണ്ടോ? അവളും തല പൊക്കി നടക്കും. എന്തായാലും തന്നെ ചതിച്ചവൻ ഒറ്റയ്ക്ക് പിടിച്ചില്ലേ. ധീരയായ വനിത അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ സോനു മരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ തിരുമ്പി വന്നാച്ച്. അവൻ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ അക്ക പഴയതുപോലെ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. തന്റെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് അവർ തീർത്തു കഴിഞ്ഞു. സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ബഡാവില്ലന്റെ വക്കീല് $3 ലക്ഷം പാരിതോഷികമായി അക്കയ്ക്ക് കൊടുക്കാന്ന് പറയും. ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും വില്ലനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. കാരണം അവൻ്റെ കയ്യിൽ നിറച്ച് പണം ഉണ്ടല്ലോ. എന്നാലും അക്ക സമ്മതിക്കില്ല. പാവപ്പെട്ടവരുടെ പണമല്ല അവൻ ചേർത്ത് വെച്ചേക്കുന്നു. അത് ഉപയോഗിക്കാൻ പറ്റാതെ ജയിലിൽ തന്നെ കിടന്നവൻ പിളിന്ത് ചാവട്ടെ, പൊക്കോന്നും പറഞ്ഞ് ഇവള് വണ്ടി എടുത്ത് പോകും. അപ്പോഴാണ് കൂട്ടുകാരികൾ കുഞ്ഞുങ്ങളുമായിട്ട് വിളിക്കുന്നത്. ഇന്ന് പിറന്നാളാണ്, അത് ആഘോഷിക്കാൻ വേണ്ടി വിളിക്കായിരിക്കും കുഞ്ഞുങ്ങൾ. അമ്മ ഓടി വരാമെന്നും പറഞ്ഞ് അവൾ അഭിമാനത്തോടെ സ്വന്തം മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്കവെച്ച് ഇന്ത പടം ടൈറ്റിൽ പോട്ടു. അന്ത ടൈറ്റിലിൽ പറയുന്നു, കിം സഞ്ജ എന്ന് പറയുന്ന ഒരു സാധാരണ ലോണ്ടറി ജോലിക്കാരി തന്നെ ചീറ്റ് ചെയ്ത ആളെ ഒറ്റയ്ക്ക് തേടി കണ്ടുപിടിച്ച കഥയാണിത്.
അവർക്ക് $1,00,000 പാരിതോഷികമായിട്ട് കൊടുക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നില്ലേ? അത് ഇന്ന് വരെ കൊടുത്തിട്ടില്ല. നമ്മളെ ഗവൺമെന്റ് പോലെ തന്നെ പറഞ്ഞ വാക്ക് അച്ചട്ട് പാലിക്കാത്തവരാണ്. നന്നായി വരട്ടെ. അതവർക്ക് ലഭിച്ചില്ലെങ്കിലും അവർക്ക് പരിഭവമില്ല. ഈ വില്ലൻ ഒരുപാട് പണം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥ കഥയിലെ വില്ലൻ അതിനും അവർ തയ്യാറായില്ല. സ്വാർത്ഥതയില്ലാത്ത പെണ്ണ്, നായിക പെണ്ണ്. അങ്ങനെ ആ യഥാർത്ഥ നായികയെ നമിച്ചുകൊണ്ട് നമുക്ക് വിട പറയാം. പോവാണ് ട്ടാവോ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then it's bye from Uru.